ഇന്ന് നാം വായിക്കാൻ പോകുന്നത് 39-ാമത്തെ വാക്യമാണ്. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോടൊന്ന് പറവാനുണ്ടെന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ഉള്ളതുപോലെ ഗ്രഹിപ്പാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ. ഇപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് കാണുന്നുണ്ടല്ലോ. അവിടുത്തെ കരം നീട്ടി അവരെ തൊട്ട് അനുഗ്രഹിക്കണമേ. നിന്റെ വചനം നന്നായി ഗ്രഹിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, യേശു ഒരു മനുഷ്യന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്നു. ആ സമയത്ത് ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ത്രീ അവിടെ വരുന്നു. ആ സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ടവളും ആയിരുന്നു. ഇവിടെ ലോകം കണ്ടതിൽ ഏറ്റവും മാന്യനും പരിശുദ്ധനും ശ്രേഷ്ഠനുമായ യേശുക്രിസ്തുവും സമൂഹത്തിലെ കപടഭക്തന്മാരുടെ പ്രതിനിധിയായ പരീശനും സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട പാപികളുടെ പ്രതിനിധിയായ ഒരു സ്ത്രീയും, സമൂഹത്തിലെ മനുഷ്യരുടെ ഇടയിലെ ഏറ്റവും വ്യത്യസ്തമായ 3 തരം ആളുകളെ ഇവിടെ കാണാം. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കപടഭക്തരുടെ സമൂഹമാണ്. ഇല്ലാത്തത് അഭിനയിക്കുക, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കപടമുഖം സൃഷ്ടിക്കുന്ന വ്യാജ സമൂഹം. അതിന്റെ പ്രതിനിധിയാണ് ഇവിടുത്തെ പരീശൻ. രണ്ടാമത്തേത്, ലോകം കണ്ടതിലേക്കും പച്ച മനുഷ്യൻ, കർത്താവായ യേശു. ഇതാ ആ മനുഷ്യനെന്ന് പീലാത്തോസ് ചൂണ്ടിക്കാണിച്ച, യുഗങ്ങൾ കാത്തിരുന്ന, മനുഷ്യർ കാണാൻ കൊതിച്ച പൂർണ്ണ മനുഷ്യൻ. ഗ്രീക്കിലെ തത്വജ്ഞാനികൾ അന്വേഷിച്ചിട്ട് കാണാതിരുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിലൂടെ അവതരിച്ചിരിക്കുന്നു, പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു. മൂന്നാമത്തെ വ്യക്തി, ഈ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ബോംബെ പട്ടണത്തിലെ തെരുവിൽ കണ്ടെത്തുന്ന ആ സ്ത്രീയുടെ ഗ്രൂപ്പിൽപ്പെടുത്താവുന്ന ഒരു സ്ത്രീയും, ഈ സമൂഹത്തിലെ ഏറ്റവും മാന്യന്മാരുടെ സമൂഹത്തിൽ വേഷം കെട്ടി നിൽക്കുന്ന ഒരു പരീശനും, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ മനുഷ്യരെല്ലാം കാണാൻ കൊതിക്കുന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു ക്രിസ്തു. അതെ, ഇതാണ് നാം ഈ അധ്യായത്തിൽ കാണുന്ന ചിത്രം. ഇവിടെ നിന്ന് ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. എന്റെ ശ്രോതാക്കളിൽ ഭൂരിഭാഗം പേരും അത് കണ്ടിട്ടുണ്ട്, എന്നാൽ ചിലർ അത് കണ്ടിട്ടില്ല. സാരമില്ല. അവിടെ നാം ആദ്യം ചിന്തിച്ചത് കരഞ്ഞുകൊണ്ട് നിന്ന ആ സ്ത്രീയെക്കുറിച്ച് മാത്രമായിരുന്നു. അവളുടെ കണ്ണുനീരിന്റെ ആഴങ്ങൾ ആദരിച്ച യേശു അവളെ സമാധാനത്തോടെ വീട്ടിലേക്ക് അയക്കുന്ന ചിത്രമാണ് ഒന്നാമത് നാം ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത്, യേശുവിനെ ക്ഷണിച്ച് യേശുവിന് വേണ്ടി പണം മുടക്കി സദ്യ നടത്തിയ, യേശുവിന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ വളരെ ശ്രമിച്ച, യേശുവിന്റെ ഉറ്റ സുഹൃത്തായി എന്ന് പൊതുലോകത്തെ കാണിക്കാൻ ശ്രമിച്ച ഈ മനുഷ്യൻ യേശുവിന്റെ മുൻപിൽ അവഹേളിക്കപ്പെടുകയോ തിരുത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു രംഗമാണ് ഇനി നാം കാണാൻ പോകുന്നത്. നോക്കൂ, വാക്യം 39. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. 39-ാം വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മളൊരു കേവലം പ്രസംഗമല്ല, വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് മാത്രമുള്ളൊരു സന്ദേശമാണ്.
ഞാൻ ശ്രോതാക്കളിൽ പലരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചു. അവരെല്ലാം ബൈബിൾ വെച്ച് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. തിരുവചനം മാത്രം പറയുന്നു എന്നുള്ളതിൽ പലരും അഭിനന്ദന കത്തുകൾ അയച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വചനം മാത്രം കേൾക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പലരും ഇന്നലെയും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 39-ാം വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വചനം, ലൂക്കോസ് 7:39. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവർ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. ഇവിടെ ഒരു മനുഷ്യൻ ഉള്ളിൽ പറഞ്ഞു, വാ കൊണ്ട് പറഞ്ഞില്ല, മനസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അത് കേട്ടു. വാക്യം 40 നോക്കൂ. ശിമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞു. അവൻ ഞെട്ടിപ്പോയി. ഞാൻ നിങ്ങളോടൊരു സന്ദേശം പറയട്ടെ. നിങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനഃശാസ്ത്രജ്ഞന്മാർക്കോ അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്കോ ചിലതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അതുപോലെ വായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, കർത്താവായ യേശു. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല എന്ന് യേശു പറയും എന്ന സങ്കീർത്തനത്തിൽ പറയുമ്പോൾ അതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഗ്രഹിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നാവിലേക്ക് ഒരു വാക്ക് വരുന്നതിന് മുൻപ് അത് നിങ്ങളുടെ തലച്ചോറിൽ രൂപം കൊള്ളണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നീ മുഴുവനും അറിയാതെ, നീ അനുവദിക്കാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. അമ്മ എന്ന 2 അക്ഷരം അടങ്ങിയ ഒരു വാക്ക് നാവുകൊണ്ട് ശബ്ദമാക്കി പുറത്തേക്ക് വരുന്നതിന് മുൻപ് എന്റെ കമ്പ്യൂട്ടറിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ഭക്തൻ എഴുതി വെച്ചിരിക്കുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എന്റെ വായിലൂടെ പുറത്തേക്ക് വരില്ല. അപ്പോൾ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞേ മറ്റുള്ളവർ അത് കേൾക്കുന്നുള്ളൂ. പക്ഷെ അത് രൂപം കൊള്ളുന്ന സ്ഥലം സൃഷ്ടിച്ചവനറിയാം. ഇതാണ് പറഞ്ഞതിന്റെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ യേശുവിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. കർത്താവായ യേശുവിന്റെ വചനങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട നിമിഷമാണ്. മറക്കണ്ട, യേശു നമ്മുടെ ചിന്തകൾ അറിയുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെലിവിഷന്റെ അടുത്തുള്ള ആ സെറ്റിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയോട് പറയാത്തതും നിങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതുമായ ആ വികാരം, ആ ചിന്ത, ആ വേദന, ആ മുറിവ്, ആ മനപ്രയാസം, ആ നിന്ന, ആ പക, ആ പിണക്കം എല്ലാം കർത്താവിനറിയാം. മറക്കരുത്, യേശു നന്നായി നമ്മെ അറിയുന്നു. നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് പറഞ്ഞ യേശു അവനെ വിളിക്കുകയാണ്. അതായത് ഇവന്റെ മനസ്സിലെ ഈ തെറ്റിദ്ധാരണകൾ യേശു കണ്ടുപിടിച്ചു. എന്താണ് ഇവിടുത്തെ വിഷയം? നമുക്ക് വിഷയത്തിലേക്ക് വരാം. യേശുവിനെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ച ഒരു മനുഷ്യൻ, അവൻ വളരെ പണം ചെലവഴിച്ച് നല്ലൊരു ഡിന്നർ ഉണ്ടാക്കി. യേശു അവിടെ വന്നിട്ടുണ്ട്. അവനെ പറ്റിയ കുറച്ച് VIPസിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ത്രീ ഇതിനിടെ വന്നു. അവൾ ശ്രദ്ധ പിടിച്ചു പറ്റി. യേശുവിന്റെ ശ്രദ്ധ ഇപ്പൊ അവളിലേക്കാണ്. അവൾ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ കാല് നനച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ഒന്നും മിണ്ടുന്നില്ല. അവൾ തലമുടി കൊണ്ട് യേശുവിന്റെ കാല് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ രംഗം മനസ്സിൽ കാണൂ. വില കൂടിയൊരു പെർഫ്യൂമിന്റെ ബോട്ടിൽ അവൾ പൊട്ടിച്ചു. ഭയങ്കര മനോഹരമായ മണം, സുഗന്ധം ആ വീട് നിറച്ചു. യേശു ഒരക്ഷരം മിണ്ടുന്നില്ല. ഇവൾ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ കാല് നനച്ചു. വിലയേറിയ തലമുടി കൊണ്ട് യേശുവിന്റെ കാൽ തുടച്ചു. വിലയേറിയ തൈലം അവൾ പൊട്ടിച്ചു. നോക്കൂ, അവൾ മുടക്കിയത് ഒന്ന് കണ്ണുനീര്, മറ്റൊന്ന് തലമുടി, മറ്റൊന്ന് തൈലം. ഇത് 3ഉം പണം കൊടുത്താൽ കിട്ടുന്നതല്ല. ഞാൻ മറ്റൊരു നിലയിൽ പറയാം, അവൾ കരഞ്ഞു, അവൾ ചുംബിച്ചു, അവൾ തലമുടി കൊണ്ട് തുടച്ചു. ഇതൊന്നും
മാർക്കറ്റിൽ കിട്ടില്ല. ശീമോൻ ടേബിളിൽ നിരത്തിയിരിക്കുന്ന സാധനങ്ങളെല്ലാം പണം കൊടുത്താൽ കിട്ടും. ആ നിരത്തി വെച്ചിരിക്കുന്ന സാധനം അതിനേക്കാൾ മനോഹരമായിട്ട് ഒരു സ്റ്റാർ ഹോട്ടലുകാരൻ നിരത്തി വെച്ച് തരും. റേറ്റ് കൊടുത്താൽ മതി. ശീമോനേക്കാൾ നന്നായിട്ട് നമ്മളെ സെർവ് ചെയ്യും, നമ്മുടെ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കും നല്ല ഹോട്ടൽ ജീവനക്കാരൻ. പക്ഷേ പാവപ്പെട്ട ഈ സ്ത്രീ യേശുവിന് കൊടുത്തത് ലോകത്തിൽ ആരും കൊടുക്കുന്നതല്ല. ഒന്ന്, അവളുടെ കണ്ണുനീര്. അത് വില കൊടുത്താൽ കിട്ടില്ല. അത് മാർക്കറ്റിൽ ഇല്ലാത്തൊരു സാധനമാണ്. അത് ഹൃദയത്തിൽ നിന്നേ പുറത്തു വരുള്ളൂ. യേശുവിന് വേണ്ടത് നിന്റെ പണമല്ല, നിന്റെ ഹൃദയമാണ്, ആത്മാർത്ഥതയാണ്. അവളുടെ കണ്ണുനീരിനെ യേശു ആദരിച്ചു. രണ്ട്, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ തലമുടിയാണ്. അതവളുടെ അഭിമാനമാണ്. അതവൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമേ വിട്ടുകൊടുക്കത്തുള്ളൂ. അവൾ ആ തലമുടിയുടെ കെട്ടഴിച്ചിട്ട് യേശുവിന്റെ കാൽ തുടച്ചു. അവൾ കൊണ്ടുവന്ന വിലയേറിയ തൈലം അത് വളരെ വില കൂടിയതാണ്. അത് ആരും അങ്ങനെ ഒഴിക്കുകയില്ല, പൂശുകയുള്ളൂ. അത് കാലിൽ ഒഴിച്ചു. യേശു ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ വിരുന്ന് നടത്തുന്ന മനുഷ്യനായ ശീമോൻ എന്ന പരീശൻ ആകെ അസ്വസ്ഥനായി. എന്താണ് അവന്റെ പ്രശ്നം? അവന്റെ പ്രശ്നം അവന് ഈ സ്ത്രീയോട് ഇഷ്ടമല്ല. യേശു ഇവളെ തടയുന്നില്ല, ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ല എന്ന കാര്യത്തിൽ അവൻ അസ്വസ്ഥനായി. അവന്റെ മനസ്സ് മുഷിഞ്ഞു, അവൻ ആ പരിഭവമായി, അവന് പിണക്കമായി. പക്ഷെ യേശു എന്ന ദൈവപുത്രനോട് ഒന്നും മിണ്ടാൻ അവന് പറ്റുന്നില്ല. അവൻ പേടിച്ചു നിൽക്കുകയാണ്. ഈ രംഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. കർത്താവ് അവനെ വിളിച്ചു, ശീമോനെ നിന്നോടൊന്ന് പറവാനുണ്ട്. അവൻ ഞെട്ടിപ്പോയി. നോക്കൂ അവന്റെ ഭാവം. 40-ാം വാക്യത്തിലേക്ക് നോക്കാം. ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. ഇതവന്റെ മറ്റൊരു മുഖമാണ്. ഈ മനുഷ്യന്റെ 3 മുഖം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒന്ന്, അവൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു മാന്യതയുടെ മുഖം. യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുന്ന മാന്യൻ. 2, ഒരു ക്രൂരമുഖം, കരുണയില്ലാത്ത, ദയയില്ലാത്ത, സഹതാപമില്ലാത്ത, മനസ്സലിവില്ലാത്ത ഒരു മുഖം. ഒരു പാവപ്പെട്ട സ്ത്രീയെ കുറിച്ച് വളരെ മോശമായി മനസ്സിൽ ചിന്തിച്ച് പിറുപിറുക്കുന്ന ആ മുഖം. 3-ാമത്തെ മുഖം, ഗുരു പറഞ്ഞാലും അത് താഴ്മയുടെയും വിനയത്തിന്റെയും ദൈവഭക്തിയുടെയും ഒക്കെ ഒരു ഒരു ലളിത മുഖം. ഇതാണ് കപടഭക്തി എന്ന് പറയുന്നത്. പലതരം റോളിൽ അഭിനയിക്കുന്ന മനുഷ്യരല്ലേ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. നമ്മളിന്ന് കാണുന്ന ആളുകളെല്ലാം പല പല റോളിലാണ് അഭിനയിക്കുന്നത്. അവർക്ക് പള്ളിയിലൊരു മുഖം, അവർക്ക് ചന്തയിൽ വേറൊരു മുഖം, അവർക്ക് ബാറിൽ വേറൊരു മുഖം, അവർക്ക് ഹോട്ടലിൽ മറ്റൊരു മുഖം, അവർക്ക് വീട്ടിലോ വേറൊരു മുഖം, മക്കളുടെ മുമ്പിൽ ഒരു മുഖം, ഭാര്യയുടെ മുമ്പിൽ വേറൊരു മുഖം, ഫ്രണ്ടിന്റെ മുമ്പിൽ മറ്റൊരു മുഖം. ഇതാണ് ഇന്നത്തെ സമൂഹം. മാന്യതയുടെ വേഷം ധരിച്ച പലരും പല മുഖങ്ങളുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഭീഷണി, യേശു. യേശുവിന്റെ മുൻപിൽ പല മുഖമുള്ളവർ പേടിക്കേണ്ടി വരും. അവർ പിടിക്കപ്പെടും. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കപടമുഖം ഉരിഞ്ഞു മാറ്റിയെങ്കിലേ യേശു മുമ്പിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കും. പക്ഷേ വേഷം കിട്ടിയാൽ യേശു അത് അഴിപ്പിക്കും. ഇവന്റെ കപടമുഖം അഴിപ്പിക്കാൻ പോവുകയാണ് യേശു. വാസ്തവത്തിൽ അവൻ കാശ് മുടക്കി കർത്താവ് യേശുവിനെ ക്ഷണിച്ചൊരു പ്രോഗ്രാം വെച്ചതാ. പക്ഷെ ഇതാ അവന്റെ ഓരോ വേഷവും യേശു അഴിപ്പിക്കുന്നു. ശിവനെ നിന്നോടൊന്ന് പറയാനുണ്ട്. ഗുരു പറഞ്ഞാലും കർത്താവ് പറയുന്നത് 41-ാം വാക്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. കടം കൊടുക്കുന്ന ഒരു മനുഷ്യന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായാൽ അവൻ 20 വിളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. യേശു ചോദ്യം ചോദിക്കുകയാണ്, കടങ്കഥ ചോദിക്കുകയാണ്. കർത്താവിന്റെ സ്വഭാവ രീതി ഇവിടെ നമുക്ക് കാണാം. കർത്താവ് ആരെ ഇൻസൾട്ട് ചെയ്യാറില്ല, കുറ്റക്കാരെ പോലും അവൻ ശാസിച്ചിട്ടില്ല. അവൻ സ്നേഹത്തിലൂടെ അത് തിരുത്തിയിട്ടേ ഉള്ളൂ.
കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. ശിവനെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ ഗുരു. ഒരു മനുഷ്യൻ 2 പേർക്ക് കടം കൊടുത്തു. ഒരാൾക്ക് 500 രൂപയും വേറൊരാൾക്ക് 50 രൂപയും. ഓക്കെ, 2 പേരും തിരിച്ചു കൊടുത്തില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ കാശില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഓക്കെ, എന്നാ നിങ്ങൾ ഇനി അത് തരണ്ട. കർത്താവ് ചോദിക്കുന്നു, ഈ 2 പേരിൽ ആരാണ് യജമാനനെ അധികം സ്നേഹിക്കുന്നത്? ഉടനെ അവന്റെ മറുപടി, വാക്യം 43, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. അതായത് അവനെ കൊണ്ട് യേശു ഒരു ഉത്തരം പറയിപ്പിച്ചു. എന്നിട്ട് അത് ശരിയാണെന്ന് സമ്മതിച്ചു. എന്നിട്ട് വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അവനെ വിഷയത്തിലേക്ക് യേശു കയറ്റുകയാണ്. അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞ ശേഷം യേശു തിരിഞ്ഞു, ആ സ്ത്രീയുടെ വശത്തേക്ക് തിരിഞ്ഞു. വാക്യം 44 നോക്കൂ. യേശു സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒരു കടങ്കഥ പറഞ്ഞ് അവന്റെ ശ്രദ്ധ തിരിച്ച ശേഷം യേശു അവനോട് പറയുകയാണ്, ഈ സ്ത്രീയെ കാണുമോ? എന്താ ഇതിന്റെ അർത്ഥം? ഈ സ്ത്രീയെ നീ ഇതുവരെ കണ്ടില്ല, നീ ഇവളെ കാണണം. നിങ്ങൾക്ക് എന്നോടൊപ്പം വരാമെങ്കിൽ ഞാൻ മറ്റൊരു ചിന്ത പറയാം. ശീമോന്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? ഇതേ ചോദ്യം യേശുവിനോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരിക്കുക. നമ്മൾ മുമ്പേ വായിച്ചു, ഈ സ്ത്രീ ആരാണെന്ന് ഇവൻ അറിയുമായിരുന്നു, ഇവൻ അറിയില്ലല്ലോ, ഇവനെന്താ ഒന്നും മിണ്ടാത്തെ എന്ന് ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശീമോൻ പറയുന്നത്, ഈ സ്ത്രീയെ എനിക്കറിയാം, യേശുവിനറിയില്ല. യേശു അവനോട് ചോദിക്കുന്നത്, നിനക്ക് ഈ സ്ത്രീ അറിയാമോ? നിനക്കറിയില്ല, എനിക്കറിയാം. നോക്കൂ, യേശു പറയുന്നത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീരോട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബന തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നു മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. യേശു പറഞ്ഞത്, നീ ഇവളെ ഇതുവരെ കണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്, എന്നാൽ ഞാൻ ഇവളെ കണ്ട വേറൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ കണ്ടതുപോലെ നിനക്ക് ഇവളെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല. അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗമാണിത്, ഞാൻ വിശദീകരിക്കാം. യേശുവിനെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതുകൊണ്ടോ, യേശുവിന്റെ പേരിൽ ഒരു പള്ളി പണിയിപ്പിച്ചതുകൊണ്ടോ, യേശുവിന്റെ പേരിൽ ഒരു പെരുന്നാൾ കഴിച്ചതുകൊണ്ടോ, യേശുവിന്റെ പേരിൽ ഒരു കൊടിമരം നാട്ടിയതുകൊണ്ടോ, കുരിശുതൊട്ടി നാട്ടിയതുകൊണ്ടോ യേശു പ്രസാദിക്കില്ല. പിണങ്ങരുത്, ശ്രദ്ധിച്ച് കേൾക്കണം, TV ഓഫ് ചെയ്യരുത്. യേശുവിന്റെ പേരിൽ പെരുന്നാൾ നടത്തുന്ന ധാരാളം മനുഷ്യരുണ്ട്. പക്ഷെ യേശു സ്നേഹിക്കുന്ന വ്യക്തിയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? യേശു ആദരിക്കുന്ന വ്യക്തിയെ നിനക്ക് ആദരിക്കാൻ പറ്റുമോ? യേശു ക്ഷമിച്ച വ്യക്തിയോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? യേശു ചുംബിക്കുന്ന വ്യക്തിയെ നിനക്ക് ചുംബിക്കാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയ മനഃശാസ്ത്രം, യേശുക്രിസ്തുവിന്റെ മനസ്സിവിടെ നിങ്ങൾ കാണുകയാണ്. യേശുവിന്റെ മനസ്സ്. യേശു അവനോട് പറയുന്നത്, നീ ഇവളെ കാണ്. ഞാൻ ലളിതമാക്കാം. ശീമോനെ, ഞാൻ കണ്ടതുപോലെ ഇവളെ നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല. നോക്കൂ, യേശുവിന്റെ പേരിൽ വളരെ പണം ചെലവഴിച്ച് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാണ് യേശു ഇത് പറയുന്നത്. ഒരു പൈസ പോലും ചെലവാക്കാതെ അവിടെ വന്ന് കരഞ്ഞ
ആ പെൺകുട്ടിയെ യേശു അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. അധികം പണം മുടക്കിയ ഈ പള്ളിഭക്തനെ യേശു അപമാനിച്ച പോലെ തോന്നുന്നു. എന്ത് തോന്നുന്നു ഈ വേദഭാഗം വായിച്ചിട്ട്? ഈ യേശുവിനെ ഇഷ്ടമാണോ? ഈ യേശുവിനോടാണോ നാം പ്രാർത്ഥിക്കുന്നത്? ഈ യേശുവിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? ഇതാണ് സുവിശേഷം. ഇത് നിങ്ങളോട് പറയുവാനാണ് ഈ മീറ്റിംഗിൽ നിങ്ങളെ വിളിച്ചത്. നീ ഈ സ്ത്രീയെ കാണണം. എന്താണ് യേശു അവളിൽ കണ്ടത്? യേശു അവളിൽ കണ്ടത് അവളുടെ പശ്ചാത്താപം, അവളുടെ താഴ്മ, അവളുടെ വിനയം, ഏറ്റുപറച്ചിൽ, മാനസാന്തരം. ഇതൊക്കെ കാണാൻ യേശുവിന് കഴിഞ്ഞു. ശീമോൻ എന്തു കണ്ടു? അവളുടെ മുൻകാല പാപങ്ങൾ കണ്ടു, അവളുടെ പോരായ്മകൾ കണ്ടു, അവളുടെ ബലഹീനത കണ്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കാണുന്നത് പോലെയല്ല യേശു കാണുന്നത്. ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തുമാർഗം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, ഉടുപ്പിന്റെ പ്രശ്നമല്ല, പള്ളിയുടെയോ പദവിയുടെയോ പ്രശ്നമല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. യേശു ശീമോനോട് പറയുന്നത് നിന്റെ ഉടുപ്പ് മാറണമെന്നല്ല, നിന്റെ പേര് മാറണമെന്നല്ല, നിന്റെ മതം മാറണമെന്നല്ല, നിന്റെ മനോഭാവം മാറണം, നിന്റെ കാഴ്ചപ്പാട് മാറണം. എനിക്കിന്ന് നിങ്ങളോട് ഈ സുവിശേഷ പ്രസംഗത്തിൽ പറയാനുള്ളതും ഇതാണ്. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് മനോഭാവത്തിന്റെ പ്രശ്നമാണ്, മതത്തിന്റെ പ്രശ്നമല്ല. ഉടുപ്പ് മാറുകയോ പേര് മാറുകയോ വീട് മാറുകയോ ഒന്നും അല്ല സുഹൃത്തുക്കളെ, മനോഭാവത്തിലെ വ്യത്യാസമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ചിന്ത നിങ്ങൾ അവഗണിക്കരുത്. ഇത് ഞാൻ തുടരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം തീരുന്നു, നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് നാം ഇന്ന് ചിന്തിച്ചത്? ഇന്ന് നാം ചിന്തിച്ചത് ഈ പാവപ്പെട്ട സ്ത്രീയെ ഒന്നും മിണ്ടുന്നില്ല, അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുക. മറ്റവൻ മനസ്സിൽ അവളെ പുച്ഛിക്കുകയാണ്. യേശു അവനെയും വഴക്ക് പറയുന്നില്ല, അവനെ വിളിച്ചൊരു കടങ്കഥ പറയിപ്പിച്ചു. എന്നിട്ട് അവന് മനസ്സിലാകാത്തൊരു കാര്യം അവനെ മനസ്സിലാക്കി കൊടുത്തു. അതായത് 2 പേര് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല, 2 പേർക്ക് ഇളച്ചു കൊടുത്തു. ഒരുത്തൻ കൂടുതൽ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട്? അവന് കൂടുതൽ ഇളച്ചു കിട്ടി. എന്ന് പറഞ്ഞാൽ ഇവൾ ഇത്രമാത്രം കരയുന്നതിന്റെ കാരണം അവൾക്ക് അത്രമാത്രം ക്ഷമ ഞാൻ കൊടുത്തു. നിനക്കും ഞാൻ ക്ഷമ തന്നു, പക്ഷെ നിനക്കത് മനസ്സിലായില്ല. നോക്കൂ, യേശുവിന്റെ സാന്നിധ്യം എത്ര മനോഹരം. ഇവിടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. ഇന്നത്തെ സന്ദേശം ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കാണും. യേശുവിന് വേണ്ടി പണം മുടക്കിയതോ പെരുന്നാൾ നടത്തിയതോ ഒന്നും യേശുവിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നി കാണും. എങ്കിലും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ മനോഭാവമാണ് യേശു ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ പണമല്ല, അല്ല അല്ല, നിങ്ങളുടെ കുപ്പായമല്ല.